നമുക്ക് മൃദുലയുടെ സാധനങ്ങളൊക്കെ പിറക്കി കയറ്റണം. പെട്ടിയും കിടക്കെ എടുത്തോണ്ട് ഇറങ്ങും. ഇറങ്ങി പോന്ന് ഒത്തി ചാള് തന്നെ വെയിറ്റ് അതിന്, അല്ലാതെ വേറൊന്നുമല്ല. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ഇപ്പോൾ രാവിലെ എണീക്ക് സുഹൃത്തുക്കളെ 12 മണി എന്നുള്ളത് 10 മണി ആക്കിയിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും വലിയൊരു കാര്യമാണ് ഗൈസ്. ഓ, ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. രാവിലെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ആരും കാണത്തില്ല. പിന്നെ നമ്മൾ തന്നെ സ്വന്തമായി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം സുഹൃത്തുക്കളെ. ഈ ഒറ്റയ്ക്ക് ക്യാമറ എടുക്കുന്ന റെക്കോർഡിങ് എന്ത് മെനക്കിടാന്നറിയാവോ ഗൈസ്. ഹേ ഗൈസ്, അപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്തതിന് ശേഷം സത്യം പറഞ്ഞാൽ ഫുഡ് നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഗൈസ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 10:30-11 മണി സമയമാകുമ്പോഴത്തേനും ഒരു വിശപ്പ് വരും. അത് തട്ടുകടയിൽ പോകാനുള്ള വിശപ്പ്. ശരിക്കും അതൊക്കെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ശരിക്കും ഫുഡൊക്കെ കൺട്രോൾ ചെയ്യണം ഗൈസ്. ഇത്ര ദിവസത്തേക്കാണോ എന്തോ. ഇപ്പൊ എന്തായാലും ഞാൻ രാവിലെ എണീറ്റിട്ട് കഴിക്കുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? ഓട്സ്, പാല്, പഴം, ആപ്പിള്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ് ഗൈസ് കഴിക്കുന്നത്. ഇത് ഞാൻ സ്മൂത്തി ഉണ്ടാക്കാൻ. നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ക്യാമറ എങ്ങനെയാണോ എന്തോ വെച്ചേക്കുന്നത്, കാണുന്നുണ്ടോ? ഇവിടെ പോയി കിട്ടുന്നുണ്ടോ? നിങ്ങളങ്ങനെ പറയാനല്ലേ. ഫസ്റ്റ് ഓട്സ് ആണ് കേട്ടോ. ഈ ഓട്സ് ഒക്കെ കപ്പിലൊക്കെ അളന്ന് വേണം എടുക്കാനായിട്ട്. ഞാൻ കപ്പിലൊന്നും അളക്കത്തില്ല. ആപ്പിൾ, പഴമില്ല കേട്ടോ, അതുകൊണ്ട് ഒരാപ്പിൾ അങ്ങോട്ട്. ബദാം. ഈ ശരിക്കും ഇത്രയൊക്കെ ഇടാവോ എന്തോ ഗൈസ്. ഇടാണ്ട് പറ്റില്ല. ഈത്തപ്പഴം അതിരിച്ചു വന്നു. പാലെടുത്തിട്ട് വരട്ടെ ഗൈസ്. പാൽ ഇതിങ്ങനെ വാട്സ് എടുക്കണം. വാട്സ് അമ്മ രാവിലെ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടാട്ടോ പോയത്. ഓക്കെ ഗൈസ്, ഫുഡ് കഴിക്കാം. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത് ഇതിൽ നിന്ന് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഓരോ ദിവസം കഴിയുന്തോറും ടേസ്റ്റ്. ഗോൾഡ് പർച്ചേസ് ചെയ്ത വീഡിയോയിൽ ഞങ്ങൾ ഷവായി മടമട കഴിക്കുന്നുണ്ടാ ഗൈസ്. അത് ശരിക്കും ഇപ്പം എടുത്തതല്ല, അത് ഡിസംബറിൽ എടുത്തതാണ് ഗൈസ്. എനിക്കൊന്നൊരു ഡിസംബർ 28-നോ 29-നോ എന്തോ എടുത്ത വീഡിയോ. അത് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് എടുത്തതല്ല ഗൈസ്. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇവനൊക്കെ ഇപ്പോഴാണ് ഗൈസ് എണീക്കുന്നത്. ഞാൻ രാവിലെ എണീറ്റ് 10 മണിയായപ്പോൾ എണീറ്റ് ഗൈസ്. കൊച്ചു ന്യൂ ഇയറിന് ശേഷം നന്നായില്ലടാ. എല്ലാ ദിവസവും നേരത്തെ എന്നെക്കാട്ടി മുമ്പ് എണീക്കും കേട്ടോ. മുട്ടയും കൊണ്ടോ? മുട്ടയുണ്ട്. സ്മൂത്തി അടിച്ച്. ഓ ഗൈസ്, അപ്പൊ കൊച്ചുവിന്റെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ പോയി എന്റെ സാധനങ്ങൾ ഉണ്ടാക്കട്ടെ കേട്ടോ. എന്തൊക്കെ അടിച്ചു? പഴമില്ല, ബാക്കി ഇവിടെ ഇരുന്ന് എല്ലാം എടുത്ത്. എല്ലാം ഇട്ട് കൊച്ചു എല്ലാവരും സ്മൂത്തിയാണ് അടിച്ചത്. ഞാൻ മിക്ക ദിവസം അല്ലാതെ തന്നെ കഴിക്കും കേട്ടോ പതിവ്. ഞാൻ ആപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ 5-6 ബദാം എടുത്തിട്ടുണ്ട്. എണ്ണമൊക്കെ ഉണ്ടോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ ഒരു കൈക്കണക്കാ. 7 ബദാം കേട്ടോ. 7 ബദാം, 2 ഈന്തപ്പഴം, പിന്നെ കുറച്ച് പാലും, നമ്മുടെ ഓട്സ്, പിന്നെ മുട്ട. എൻജോയ് ബ്രേക്ക്ഫാസ്റ്റ്. ബൈ ഗൈസ്. അപ്പോൾ ഇന്ന് മൃദുലയുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. BEd ആയിരുന്നു നമ്മൾ പഠിച്ചത്, നിങ്ങൾക്ക് അറിയായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ അവള് 6 മാസത്തെ എന്തോ ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്തോ അവള് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ 3 മാസം പോയില്ല. BEd പഠിക്കുന്ന ആ ടൈം തൊട്ട് വരെ ഹോസ്റ്റലിൽ നിൽക്കുകയായിരുന്നു. ഇടയ്ക്ക് നമ്മൾ ഹോസ്റ്റൽ മാറി വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അത് കഴിഞ്ഞ് നമ്മൾ പുതിയൊരു ഹോസ്റ്റൽ അവളെ കൊണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പം അവിടെ നിന്നും അവളിനി എല്ലാം തിരുവനന്തപുരത്തെ എല്ലാ പഠിത്തവും കാര്യങ്ങളും കഴിഞ്ഞ് അവൾ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അവളെ ക്ലാസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി അവളെ ഹോസ്റ്റലിലോട്ട്
പോവാണ്. ആക്ച്വലി ഇത് ഹോസ്റ്റൽ അല്ല, എല്ലാവരും നമ്മളെപ്പോഴും വീട്ടിൽ ഹോസ്റ്റൽ എന്ന് പറയുന്നത് PG ആണ് കേട്ടോ. താഴെ വീടുമാണ്, മേളിൽ അവൾ ആ റൂം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. PG ആണ് കേട്ടോ. കുറെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ. അതെല്ലാം ഇന്ന് കാര്യം കയറ്റി അവളെ കൊണ്ട് വീട്ടിൽ വന്നിട്ട് അവൾ അച്ഛൻ വീട്ടിൽ വരും കേട്ടോ. വിളിക്കാൻ വേണ്ടിയിട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അവളെ വിളിക്കാൻ വേണ്ടി പോവാണ്. നമ്മള് ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെ കൊച്ചു പറഞ്ഞ കണക്ക് 3 മാസത്തിൽ 6 മാസത്തിൽ 3 മാസം അവൾക്ക് ആയിരിക്കും പോയിട്ടില്ലെന്നാണ് എന്റെ അറിവ്. കാരണം പലപ്പോഴും നമ്മള് വിളിച്ചിട്ട് നമ്മുടെ കൂടെ തന്നെ കറക്കുമായിരുന്നു. പഠിക്കാൻ പോകാൻ സമ്മതിക്കത്തില്ല. ഗൈസ്, അപ്പോൾ ഹോസ്റ്റലിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹോസ്റ്റലല്ല, PG. നീ എപ്പോഴും ഹോസ്റ്റൽ എന്ന് പറയും. അവിടെ വാർത്ത ഇരിക്കുന്ന ഹോസ്റ്റലിന് ഇല്ല. PGയുടെ ഫുൾ ഫോം പെയിൻ ഗസ്റ്റ്. ഗൈസ്, കൊച്ചുവിന്റെ ഇന്നത്തെ ടീഷർട്ടിന്റെ ബാക്കിൽ ഹൽക്കാണ് സുഹൃത്തുക്കളെ. ഹൽക്ക് ഫ്ലൂറസെന്റ് പച്ച കളർ വിട്ടിട്ട് അതും പച്ച ഇതും പച്ച. നീ ഏതാ നീ? അപ്പൊ ഇതാണ് കേട്ടോ അവളുടെ PGയിലോട്ട് പോകുന്ന വഴി. ഇവിടെ വണ്ടി പോകുന്ന വഴി വൺ ടാസ്ക് ആണ്. അതുമല്ല തിരിക്കാനും പാടാണ് കേട്ടോ. അന്ന് നമ്മൾ കൊണ്ട് ആക്കിയത് വളരെ പാടുപെട്ടിട്ടാണ്. എടാ, അവൾ ഇവിടെ ആയിട്ട് ഈ PGയിലായിട്ട് എനിക്ക് 3 മാസം എന്തോ ആവുന്നേ ഉള്ളൂ. ഇതിന് മുമ്പ് 4 മാസം കൊണ്ട് ആവുന്നേ. അതിന് മുമ്പ് അങ്ങായിരുന്നു, കഴക്കൂട്ടായിരുന്നു. അവിടെ ആയിരുന്നു. അവിടെ കുറെ നാളെ എനിക്കൊന്ന് ഒരു കൊല്ലത്തിന് മുകളിൽ ട്രെയിൻ ഗോയൊക്കെ കമ്പൊക്കെ. നിന്റെ ആ ടീഷർട്ട് എന്ത് ഞാൻ തന്ന സൂപ്പർമാൻ സ്പൈഡർമാൻ എന്ത്? ഇവന് കുറെ ഓവർ സൈസ് ടീഷർട്ട്, അതിന്റെ കൂടെ എനിക്ക് ഈ ഓവർ സൈസ് പാന്റ് ചേരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവൻ സ്കിൻ ഫിറ്റാ. എന്റെ ബാക്കിൽ നിന്ന് തൂങ്ങി കിടക്കുന്നേ. നമുക്ക് മൃദുലയുടെ സാധനങ്ങളൊക്കെ പാക്കി കയറ്റണം. കൊച്ചു വണ്ടി എടുത്തോണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങ് വരെ ചുമക്കേണ്ടി വരുള്ള സാധനങ്ങൾ. ഇവിടെ വണ്ടി വരൂല, പാടാണ്ട, ചെറിയ വഴിയാണ്. നമുക്ക് അങ്ങോട്ടാണോ ഇട്ടിട്ട് തിരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ വരെ എടുത്താൽ മതി, ചുമന്നാ മതി. അങ്ങ് രണ്ടുപേരും കൂടെ. ഇവിടെ കുപ്പി സ്പ്രൈറ്റിന്റെ കുപ്പി തൂക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഇട്ടേക്കുന്നേ ആകറി എന്തിനാണ്? അതാ നിക്കുന്നത് കൈസ്. അവള് പെയിൻ ഗസ്റ്റ് നിക്കുന്നു. സ്വന്തം വീട് പോലെ അവള് വിളിച്ചു കയറ്റുന്നത്. ടെമ്പോയാ ലോറിയൊക്കെ വിളിച്ചു കൊണ്ടുപോകണം. അതാ ഐസാറിന്റെ ഈ ഒരു ഉടുക്ക് വഴി കൂടെയാണ് മൃദുലയുടെ ഹൽക്ക് ഗായ്സ്. അപ്പൊ ഇതാണ് മൃദുലയുടെ ആ ഒരു പോർഷൻ താമസിക്കുന്ന കേട്ടോ. താഴെ വീടുണ്ട് വേറെ. അപ്പം ഇവിടെയാണ് മൃദുലയൊക്കെ താമസിക്കുന്ന ആ ഒരു വീട് എന്ന് പറയുന്നത്. നമ്മൾ അന്ന് ഇവിടെ കൊണ്ടാക്കിയപ്പം എവള് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആള് കൂടി. ദാരിദ്ര്യം തന്നെ. ഇതെന്തോടി ഇത്? വെണ്ണ ഇത്തിരി വൃത്തിയാക്കി കിട്ടൂടെ എനിക്ക്? മറ്റേ ഇല്ല സിനിമയിലും ഇല്ല ലാഭം വരും കലാപണി. നീ ഇവിടെ എത്ര നാളായി താമസിക്കുന്നത്? 4 മാസം ആവുന്നു കഴിച്ചു. നമ്മളിവിടെ കൊണ്ടാക്കിയപ്പോ ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പിള്ളേരിപ്പം കൂടിയില്ലേ? ഇപ്പൊ പിള്ളേർ കൂടി, നല്ല ബെഡും കാര്യങ്ങളൊക്കെ കൂടി. എവിടെ പിള്ളേർക്ക് എന്തിനീ എടേ വല്ല ലോഡിങ് കൂലി വല്ലോ താടേ? ഇല്ലാതെ പറ്റത്തില്ല. അത് നീ എടുത്തോ, നീ എടുത്താ മതി. സതീർത്തിയോ പെട്ടിയും കിടക്കെടുത്തോണ്ട് ഇറങ്ങും. ഇറങ്ങി പോന്ന് ഒത്തി. ഈ 2 ചാക്കുണ്ട് കേട്ടോ. 2 ചാക്കല്ല, 2 ബാഗ് ഉണ്ട് കേട്ടോ. ചുമന്ന ബാഗ് എനിക്ക്, കറുത്ത ബാഗ് പ്രവീണിന്. ഇത്രയല്ലേ ഉള്ളൂ. നടന്നു വന്ന് അങ്ങ് വരെ നടക്കണം. പൂർത്തി ചക്കയുടെ ഇത് ചന്ദനത്തിരി. പൂർത്തി ചക്കയുടെ ചന്ദനത്തിരി. പാറ്റേക്കൊല്ലി ഇവിടെ പാറ്റയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പെണ്ണ് അമ്പലത്തിൽ ഒരു വീഡിയോ കണ്ടാ ഭയങ്കര ഭക്തിയായിട്ട് കൊണ്ടുവന്ന് ചന്ദനത്തിരിയൊക്കെ വാങ്ങിച്ച് റൂമിൽ കയറി ചന്ദനത്തിരി കത്തിച്ചു. എന്നിട്ട് അന്തര മൂക്കട്ട ഉണ്ടോ? എന്തര് നീയായിട്ട് വരുത്തി വെച്ചല്ലേ, സഹിച്ചോ. ആ ബാഗ് ഒരു പിടിക്കുന്നതും കൂടെ എടുത്തോണ്ട് വാ. അന്നെ തിനി വെക്കുണ്ടെന്ന്. ഇങ്ങനെ ലോങ് ട്രാവലൊക്കെ ചെയ്യുന്നൊരു സമ്മതിയോ. ഇത് എന്തുവാ ഇത്? ട്രെയിൻ അടിയപ്പെട്ടതോ? ഇനി ഇതിനകത്ത് ഇല്ല പരിപ്പെടുത്ത്. വേണ്ട, ഇവിടുന്ന് പച്ചവെള്ളം വേണ്ട. ഗൈസ്, ഇനി നമുക്ക് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ട്. എനിക്ക് വിശപ്പുണ്ട് ഗൈസ്. 1 മണി 1:30 ആയി ഗൈസ്. ഡയറ്റ് ഒക്കെ നോക്കുന്നതിൽ നമുക്ക് ഉച്ചക്കൊക്കെ നല്ല ഫുഡ് കഴിക്കാൻ കേട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ സാധാരണ നമ്മൾ റൈസ് തന്നെയാണ് കഴിക്കുന്നത്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഉച്ചയ്ക്ക് നമുക്ക് നല്ല മീൻകറിയും ചോറൊക്കെ കഴിക്കണം. പിന്നെ നമ്മൾ ഡിന്നർ കറക്റ്റ് കൺട്രോൾ ചെയ്യണം. ഡിന്നർ കറക്റ്റ് ഫുഡ് മാക്സിമം കുറച്ച് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് വെജിറ്റബിൾസ് കഴിക്കണം. ഗൈസ് ഇറങ്ങാം ഗൈസ്. ഫോണെങ്കിലും കൈകൊണ്ട് പിടിയടി. അതും കൊണ്ട് തന്നെ തൂക്കുന്നു. ഇത് എന്തൊരു കഴുതേ ഇവൻ പമ്പയില.
എടാ നീ എന്തൊരു ഉപമയാണോ ഉപമിച്ചേ? ആന്നടാ സത്യം അങ്ങനെ തോന്നില്ലേ? ആ എടാ കാറ് തെണ്ടി നീ ഒരു പണിയ കാണിച്ച് കാറ് കൊണ്ടാ 1 കിലോമീറ്റർ. ഗൈസ് വണ്ടി ഇവിടെ തിരിയത്തില്ല ഗൈസ്, ഭയങ്കര പാടാ, ചെറിയ വഴിയാണ്. ഓ ഗൈസ് എന്തായാലും നല്ല വെയിറ്റ് ഉണ്ട്. എന്റെ ഈ ബാക്കി ഇരിക്കുന്ന ഈ സാധനത്തിനുണ്ട് നല്ല വെയിറ്റ്. ഈ തലങ്ങണയൊക്കെ എടുത്തോണ്ട് പോണ്ടായിരുന്നു, ഇത് കളഞ്ഞൂടായിരുന്ന. സത്യം ഈ തലങ്ങണ ഒത്തിയും കളഞ്ഞൂടെ, അതെന്തിനാ? അതില്ല എവിടെ ഒന്നും കളയും. ഈ ചാളുവ തന്നെ വെയിറ്റ് അതിന്, അല്ലാതെ വേറൊന്നും അല്ല. ആളുവെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവത്തില്ല. ഈത്തുവാ. വേണ്ട വേണ്ട, നീ എടുത്തോണ്ട് വന്നില്ലേ? 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ദേ ഇന്ദുചൂടൻ ഇടവഴി കൂടെ ഓടുന്ന കാഴ്ചകളാണ് സുഹൃത്തുക്കൾ നിങ്ങൾ കാണുന്നത്. എന്റെ പൊന്നിയേശ് ഇതൊന്നും അല്ലായിരുന്നു അവളെ ലഗേജ്. അവൾ ഇടയ്ക്ക് 2-3 വട്ടം വീട്ടിൽ പോയപ്പം കുറെ ലഗേജ് ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടങ്ങ് പോയി. ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ പിക്കപ്പ് വിളിക്കേണ്ടി വന്നേനെ. തോർത്ത് എവള് പിന്നെ ഒരു ലേസിന്റെ എന്തിനാ ഓടിയത്? നടന്നു പോയാ പോരായിരുന്ന? പട്ടി അയക്കും പോലെ സിറ്റിച്ചാരി അയക്കുന്നു. ഫൈനലി നമ്മളതേ കാറിന്റെ അടുത്ത് എത്തി കേട്ടോ. എല്ലാം വീട്ടിൽ കൊണ്ടുപോയി അടുത്ത മാസം. അവിടെ തന്നെ പോവാം. വണ്ടി കണ്ടില്ലായിരുന്നല്ലേ? നോക്ക്. ആ നീ നമ്മളെ വണ്ടി കണ്ടില്ലല്ലോ. ആ ഹൈറ്റ് കൂടി. എങ്ങനെയുണ്ട്? ഇനിയപ്പോ നമുക്ക് ഓഫ് റോഡൊക്കെ പോകാമോ? ഓഫ് റോഡൊന്നും പോകാൻ പറ്റത്തില്ല. എന്തൊരു ജീപ്പാ. അത്യാവശ്യം ഹൈറ്റ് ഉള്ളിടത്തോട്ടൊക്കെ പോവാം. ഇത് വീതിയാതാ. ആ കറങ്ങുമ്പോ വീല് പിന്നെ കറങ്ങാതെ പിന്നെ ഓടുവോ? ആ ഓടുവാ ഇനി. അതാ കാണാം. നമ്മളെ ഓടിച്ചോണ്ട് പോവാ. നീ കയറി കണ്ടോ? കാഴ്ച നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാ. നല്ല വിശപ്പുണ്ട്. നീ അണ്ണാക്കി പോയി ചാവണ്ട. ഇവിടെ എന്തോരം ലിപ്സ്റ്റിക് തിന്നാണോ ലി? ഇത് വൈറ്റി പോയാ നിന്റെ അത് മാത്രം മൊത്തം ഇതായിരിക്കും ലിപ്സ്റ്റിക്. അയ്യോ ആമാശം തന്നെ. നാളെ നമുക്ക് ബയോളജി ക്ലാസ് എടുത്ത് തന്നിട്ടാണ് അവിടെ ഹോട്ടൽ. ഗൈസ് അപ്പോൾ നമ്മുടെ മാരേജ് ബിരിയാണി, നെയ്ച്ചോറും ഉണ്ട് കേട്ടോ. നെയ്ച്ചോറും മാരേജ് ബിരിയാണി. നൈറ്റാ നമ്മൾ കുറച്ച് കഴിക്കുന്നുള്ളൂ. നമ്മൾ 2 ബിരിയാണി മേടിച്ചോളൂ. 2 ബിരിയാണി പറഞ്ഞോളൂ. 3 പേരോട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ നേരെ ഇനി ലുലുലോട്ട് പോവാണ്. എനിക്ക് സ്റ്റാർബക്സിന് 700 രൂപ തരാനുണ്ട്, കടം തരാനുണ്ട്. സ്റ്റാർബക്സ് ഒക്കെയാണ് കഴിച്ച് നമുക്ക് കടം തരാനുള്ളത്. അന്ന് അച്ഛനും അമ്മയും നമ്മൾ കൊണ്ടുപോയപ്പോഴേ നമ്മൾ ആദ്യം പേയ്മെന്റ് ചെയ്തായിരുന്നു. അങ്ങനെ അത് എയറിലായി പോയി. അത് അവർക്ക് കിട്ടിയില്ല, പക്ഷെ എൻ്റെ ഡെബിറ്റ് ആയി. പിന്നെ ഇത് അവർക്ക് തന്നെ പേയ്മെന്റ് 2 ദിവസം കഴിഞ്ഞപ്പം ചെന്ന് കേട്ടോ. 2 വട്ടം ഞാൻ പേയ്മെന്റ് ചെയ്തു. ഒരു പേയ്മെന്റ് അവര് റീഫണ്ട് തരാറുണ്ട്. അപ്പൊ അവര് ഷോപ്പിലോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ബില്ല് പോലും തന്നില്ല. അവര് ബില്ല് പോലും തന്നില്ല. സത്യം പറഞ്ഞാൽ അന്നത്തെ സ്റ്റാർബക്സിന്റെ സർവീസ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ. പിന്നെ നമ്മള് അത് പറയാതിരുന്നത് വേറെ ഒന്നുമല്ല. നമ്മള് പോയി ആ ഒരു അങ്ങനത്തെ ഒരു വീഡിയോ അല്ലായിരുന്നു. അവര് വൈബ് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് കാരണം നമ്മൾ അത്രയും പൈസയും കൊടുത്ത് 10,000 രൂപ കൊടുത്ത് ഒരു ചായയും ഒരു കടിയും വാങ്ങിച്ചിട്ട് അവര് ബില്ല് പോലും തന്നില്ല. വീണ് പെടുത്ത് എത്ര വയസ്സായവർക്ക് പ്രവീണ പണ്ടോട്ടേ ഇങ്ങനെ അറിയോ? ഇല്ലടാ ഇപ്പൊ അറിയത്തില്ല. ഓ നല്ല മുടുക്കനായിട്ടുണ്ട്. അയ്യേ എടാ ഭയങ്കര വൃത്തിയാ. ചൂതിയേ പ്രവീണ് കാണിക്കുന്നുണ്ടോ? ഏസിയുടെ വെണ്ടി വെച്ച് കാറ്റടിക്കുന്നത് കേട്ടോ, ഹീറ്റർ അടിക്കുന്നത്. ഈ വൃത്തികെട്ടവ എന്തിനാ ഈ കാണിക്കുന്ന? എടാ വേണ്ട, എഞ്ചിന്റെ സൈലൻസറിനകത്തോട്ട് കൊണ്ടുപോയി ഇങ്ങനെ വേടാ, കരിഞ്ഞവിടെ ഇരിക്കും. അണ്ണാ ഇവൻ കാണിക്കുന്നുണ്ടോ? അണ്ണാ വേണ്ട ഇവൻ പെടുത്ത്. സ്റ്റാർബക്സ് നമ്മുടെ പറ്റൊക്കെ തീർത്തിട്ടുണ്ട്. നമ്മള് പറ്റി തീർത്തിട്ടുണ്ട്. വെൽഡൺ സ്റ്റാർബക്സ്. എടാ കേക്ക് വല്ല ബണ്ണും അല്ല മണ്ണടാ. സ്റ്റാർബക്സ് നമ്മളെ കടം തീർത്തിരിക്കുകയാണ്. അതെ 740 രൂപ നമുക്ക് കടം തീർത്തിരിക്കും. ഗൈസ് നമ്മൾ PBR വന്നിരിക്കുക കേട്ടോ. നമ്മൾ കുറച്ച് നാളായി ഗൈസ് നമ്മൾ 3 പേരും കൂടെ ഒരു സിനിമ കയറിയിട്ട് നമ്മളിത് കാണാൻ പോകുന്നത് നമ്മുടെ ഷാറുഖ് ഖാന്റെ ഡുങ്കി. ഞാൻ ഡുങ്കിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ഡുങ്കിയുടെ ടിക്കറ്റ് എടുക്കാൻ പോണു. നമ്മളെന്തായിരുന്നു ആദ്യം പറഞ്ഞ? ഡുങ്കി അല്ലേ ഗൈസ്, ഡങ്കിയാണ് കേട്ടോ. ഓക്കെ അപ്പോൾ തുടങ്ങാറായില്ലേ?
തുടങ്ങാറായി. അത് ഇപ്പൊ തുടങ്ങും. അതെ ഇപ്പൊ തുടങ്ങും. ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് തുടങ്ങി. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? സിനിമ നല്ല കോമഡി ആയിരുന്നു അല്ലേ? അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി സാധനം. പക്ഷെ സ്റ്റോറിയൊക്കെ നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. പിന്നെ കുറെ നാളെ ഇങ്ങനത്തെ ഒരു ജോണറിലുള്ള മൂവി കണ്ടിട്ട് കോമഡി പ്ലസ് ഇമോഷണൽ ആണ്. ഒരു ഹാഫ് ടൈം ഫുള്ള് കോമഡിയാണ്, ഹാഫ് ടൈം കഴിഞ്ഞാലും കോമഡി ഉണ്ട്, ഇമോഷണലും കൂടി ഉണ്ട്. കൊള്ളാം, നല്ല അടിപൊളി ഒരു കിടിലൻ മൂവിയാണ്. നമ്മുടെ ഷാറുഖ് എന്ത് ആക്ടിങ് ആണ്, ഒരു രക്ഷയില്ലല്ലേ. സൂപ്പർ ഡാൻസ് ഗൈസ്, പുള്ളിയുടെ ഏജ്, പുള്ളി കളിക്കുന്ന ഒരു സ്റ്റെപ്പിന്റെ ഒക്കെ ഒരു പെർഫെക്ഷനും ആ ഒരു എനർജിയും ഒരു രക്ഷയില്ല കേട്ടോ. ബൈ മോളെ. ഹോസ്റ്റൽ ലൈഫും പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടി 6 മാസത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സ്. 3 മാസത്തെയാ? എത്ര നാള് പോയി? 1 മാസം തികച്ചു പോയാ? 10 ദിവസം പോയി കാണും. അപ്പൊ ഹോപ്പ് ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ. പുറത്താക്കണോടാ, കേട്ടടാ.